ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് മാൻ ആൻഡ് മീഡിയയുടെ ലാസ്റ്റ് പാർട്ടായ പോളിയ എന്ന ലെസനാണ്. ഈ ലെസണിൽ ഇമ്പോർട്ടൻസ് പറയുന്നത് എന്തിനാണ്? നമ്മുടെ സാക്ഷരതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ലെസനാണ്. എഴുതുന്നതും വായിക്കുന്നതും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി തരുന്നൊരു ലെസനാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അതിൻ്റെ മീനിങ്സ് ഒന്ന് എഴുതി വയ്ക്കാം. റെസ്പോൺസിബിൾ ഉത്തരവാദിത്വമുള്ള, ഒഫീഷ്യൽ ഉദ്യോഗസ്ഥൻ, പെസൻ കർഷകൻ, സ്റ്റിഫ് മടങ്ങാൻ ബുദ്ധിമുട്ടുള്ള, ടെറിബ്ലി വളരെ, ഹിഡ് ഒളിപ്പിച്ചു, റസിൽ മർമര ശബ്ദം, എൻവെലപ്പ് കവർ, പെയിൽ വിളറിയ, അൺഫോൾഡ് തുറക്കുക, മോസ്റ്റാഷ് മേൽമീശ, സ്നിഫ് മൂക്കു ചീറ്റുക, സ്യൂ തുന്നുക, ഓൺ ദ കോൺട്രറി നേരെ മറിച്ച്, ഇഗ്നോറൻറ്റ് അറിവില്ലാത്ത, ഇല്ലിട്രേറ്റ് നിരക്ഷരൻ, സ്റ്റെയർ തുറിച്ചു നോക്കുക, ക്ലിപ്ഡ് വെട്ടി ഒതുക്കിയ. ക്ലിപ്ഡ് മോസ്റ്റാഷ് എന്ന് പറഞ്ഞാൽ എന്താ? വെട്ടി ഒതുക്കിയ മേൽമീശ. മെമ്മറൈസ് ഓർത്ത് വയ്ക്കുക, ബേഴ്സ്റ്റ് ഇൻടു ടിയേഴ്സ് പൊട്ടി കരയുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് ലെസൺ വായിക്കുമ്പോൾ അതിൻ്റെ മീനിങ്സ് അറിയാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസണിലേക്ക് പോവാം. പോളിയ വാസ് എൻ ഇല്ലിറ്ററേറ്റ് വുമൺ. ഷീ കുഡിൻറ്റ് ഈവൻ റൈറ്റ് ഹെർ നെയിം. പോളിയ ഒരു നിരക്ഷരയായ സ്ത്രീയായിരുന്നു. അവർക്ക് സ്വന്തം പേര് പോലും എഴുതാൻ അറിഞ്ഞിരുന്നില്ല. പോളിയാസ് ഹസ്ബൻഡ് ഹവോവർ വാസ് എ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഒഫീഷ്യൽ. പോളിയയുടെ ഭർത്താവ് ഒരു റെസ്പോൺസിബിളായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരവാദിത്വമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഹി ഹാഡ് വൺസ് ബീൻ എ സിമ്പിൾ പെസൻറ്റ്, ബട്ട് 5 years in the city had taught him a lot. Not only how to write his name, but also how to be a successful officer. എന്താണ്? അദ്ദേഹം പണ്ട് ഈ ജോലി ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സാധാരണ കർഷകനായിരുന്നു. പെസൻ എന്ന് പറഞ്ഞാൽ കർഷകൻ എന്നാണ്. പക്ഷേ 5 വർഷമായി അദ്ദേഹം ഈ സിറ്റിയിൽ ജീവിച്ചു തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ നഗരം അദ്ദേഹത്തെ വളരെയധികം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വന്തം പേരെഴുതാനും അറിയാം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു നല്ല ഓഫീസർ ആവേണ്ടത്, സക്സസ്ഫുൾ ഓഫീസർ ആവേണ്ടത്, അതും അയാൾക്കറിയാം. However, he was not very happy to have an illiterate wife. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിരക്ഷരയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അതിൽ വലിയ സന്തോഷവാനായിരുന്നില്ല. പോളിയ, you ought to at least learn how to write your name. He used to say to his wife, my last name is an easy one, 2 syllables, kuchkin, and still you can't write it. I wish you would learn. അപ്പോൾ പോളിയോട് എന്താ പറയുന്നത്? പോളിയ, നിനക്ക് ഒന്നും എഴുതാനോ വായിക്കാനോ അറിയില്ല. നീ അറ്റ്ലീസ്റ്റ് നിൻ്റെ പേരെങ്കിലും ഒന്ന് എഴുതാൻ ശ്രമിക്കൂ എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു. എൻ്റെ ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് എഴുതാൻ വളരെ എളുപ്പമേ ഉള്ളൂ. 2 syllables മാത്രമേ ഉള്ളൂ. എന്താണ്? കുച്ച്കിൻ എന്ന് മാത്രമേ എഴുതണ്ടൂ. പക്ഷേ നിനക്ക് അതുപോലും എഴുതാൻ അറിയില്ല. നീ പഠിക്കുമെന്ന് അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിലബിൾസ് എന്ന് പറഞ്ഞാൽ പദാംശങ്ങൾ എന്നാണ് അർത്ഥം. ഓക്കെ, പോളിയ യൂസ് ടു വേവ് ഇറ്റ് എസൈഡ്. പോളിയ ഈ അവരുടെ ഭർത്താവ് പറയുന്നതൊക്കെ തള്ളിക്കളയുക. വേവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തള്ളിക്കളയുന്നത് പതിവായിരുന്നു. അതിന് പോളിയ കാരണവും പറഞ്ഞിരുന്നു. എന്താണ്? ദർ ഇസ് നോ യൂസ് ഇൻ മൈ ട്രൈങ് ടു ലേൺ ഇറ്റ് നൗ ഇവാൻ. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിനി പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അതിലൊരു കാര്യവുമില്ല. ഷീ വുഡ് ആൻസർ, ഐ എം ഗെറ്റിംഗ് ഓൾഡ്, മൈ ഫിംഗേഴ്സ് ആർ ഗെറ്റിംഗ് സ്റ്റിഫ്. എനിക്ക് പ്രായമേറി വരികയാണ്, എൻ്റെ വിരലുകളൊക്കെ സ്റ്റിഫ് ആവുകയാണെന്ന് പറഞ്ഞാൽ എന്താ? വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ വിരലുകളൊക്കെ മടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും. അതിനെയാണ്, ആ മടക്കാനുള്ള ബുദ്ധിമുട്ടിനെയാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. വൈ ഷുഡ് ഐ ട്രൈ ടു റൈറ്റ് ഇറ്റ് നൗ. ഞാനിനി എന്തിനാണ് ഇനി എഴുതാനൊക്കെ പഠിക്കുന്നത്? ലെറ്റ് ദ യങ് വൺസ് ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. ഇനി ചെറുപ്പക്കാർ പഠിക്കട്ടെ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും വായിക്കേണ്ടതെന്നും. പോളിയാസ് ഹസ്ബൻഡ് വാസ് എ ടെറിബ്ലി ബിസി മാൻ ആൻഡ് ഡിഡ് നോട്ട് ഹാവ് ദ ടൈം ടു ആർഗ്യൂ വിത്ത് ഹിസ് വൈഫ്, സോ ഹി കെപ്റ്റ് ഹിസ് മൗത്ത് ഷട്ട്. പോളിയുടെ ഭർത്താവ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു നമ്മൾ പറഞ്ഞു. അദ്ദേഹം വളരെ ബിസി ആയൊരു പേഴ്സൺ ആയിരുന്നു, ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് തല്ലൂടാനോ തർക്കിക്കാനോ ഉള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അയാളുടെ വായ അടച്ചു വെച്ചു. അതായത് പിന്നീട് അതിൻ്റെ മുകളിലൊന്നും സംസാരിച്ചില്ല.
ബട്ട് വൺ ഡേ ഇവാൻ നിക്കോളോവിച്ച് കുച്ച്കിൻ ഡിഡ് ബ്രിങ് ഹോം എ സ്പെഷ്യൽ ലിറ്റിൽ ബുക്ക്. പക്ഷേ ഒരു ദിവസം പോളിയയുടെ ഭർത്താവായ ഇവാൻ അവരുടെ വീട്ടിലേക്ക് ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു കുഞ്ഞു ബുക്ക് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഹിയർ പോളിയ, ഹി സെഡ്, ഈസ് ദ ലേറ്റസ്റ്റ് ടീച്ച് യുവർ സെൽഫ് റഷ്യൻ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ അപ് ടു ഡേറ്റ് മെത്തേഡ്സ്. ഐ എം ഗോയിങ് ടു ഷോ യു ഹൗ ടു യൂസ് ഇറ്റ്. എന്ത് പറഞ്ഞു? ആ ബുക്ക് കൊണ്ടുവന്ന് അദ്ദേഹം പറഞ്ഞു, ഇതാണ് നിനക്ക് തന്നെ റഷ്യൻ പഠിക്കാനുള്ള അപ് ടു ഡേറ്റ് മെത്തേഡ്സ്, അതായത് ഏറ്റവും നൂതനമായ മെത്തേഡ്സും കാര്യങ്ങളുമൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ആ ബുക്ക് നോക്കിയിട്ട് തന്നെ എഴുതാനും വായിക്കാനും പഠിക്കാൻ പറ്റും. ഞാൻ നിനക്ക് കാണിച്ചു തരാം ഈ ബുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. പോളിയ ഗേവ് എ ക്വൈറ്റ് ലവ്, took the book in her hands, turned it over and hid it in the cupboard, as if to say, let it be there, maybe our grandchildren will have some use for it. പോളി എന്ത് ചെയ്തു? ക്വൈറ്റ് ലാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ശാന്തമായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് ആ ബുക്ക് മേടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയിട്ട് അത് ആ കബോർഡിൻ്റെ ഉള്ളിൽ എവിടെയോ എടുത്തു വെച്ചു. ഇവാൻ എന്ത് തോന്നി? പോളിയെ ഇങ്ങനെ പറയുന്നത് പോലെ തോന്നി. ലെറ്റ് ഇറ്റ് ബി ദ, മേ ബി അവർ ഗ്രാൻഡ് ചിൽഡ്രൻ വിൽ ഹാവ് സം യൂസ് ഫോർ ഇറ്റ്. അത് ഇവിടെ ഇരിക്കട്ടെ, നമ്മുടെ പേരക്കുട്ടികൾക്ക് ചിലപ്പോൾ അത് ഉപയോഗപ്രദമാകുമെന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. വൺ ഡേ പോളിയ സാറ്റ് ഡൗൺ ടു വർക്ക്. ഷീ ഹാഡ് ടു മെൻഡ് എ ജാക്കറ്റ് ഫോർ ഇവാൻ. ഒരു പോളിയെ പണി ചെയ്യാനിരിക്കുകയായിരുന്നു. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്? മെൻഡ് എ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ ജാക്കറ്റ് കീറിയിട്ടുണ്ടായിരുന്നു. മെൻഡിങ് എ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിയാക്കുക, സ്റ്റിച്ച് ചെയ്ത് ശരിയാക്കാനുണ്ടായിരുന്നു. ദ സ്ലീവ് വാസ് ടോൺ. അതിൻ്റെ സ്ലീവുകൾ കീറിയിരുന്നു. സോ പോളിയ സാറ്റ് ഡൗൺ അറ്റ് ദ ടേബിൾ, ടുക്ക് അപ്പ് ഹെർ നീഡിൽ ആൻഡ് പുട്ട് ഹെർ ഹാൻഡ് അണ്ടർ ദി ജാക്കറ്റ്. ഷീ ഹേർഡ് സംതിങ് റസ്ലിംഗ്. എന്താണ് അപ്പോൾ പോളിയ ചെയ്തത്? പോളിയ ഒരു ടേബിളിൻ്റെ അടുത്ത് പോയിരുന്നു. അവരുടെ നീഡിൽ സൂചിയൊക്കെ എടുത്തു. അവരുടെ കൈ ആ ജാക്കറ്റിൻ്റെ താഴെക്കൂടെ വെച്ചു അല്ലേ. താഴെക്കൂടെ വെച്ചപ്പോൾ എന്തോ ഒരു റസ്ലിംഗ് സൗണ്ട്, അതായത് ഈ പേപ്പറൊക്കെ ഇങ്ങനെ ചുളുങ്ങുന്ന ഒരു ശബ്ദമല്ലേ, അതിനെയാണ് റസ്ലിംഗ് സൗണ്ട് എന്ന് പറയുന്നത്. മേ ബിദേഴ്സ് മണി ഇൻ ദ പോളിയ തോട്ട്. പോളിയ എന്ത് വിചാരിച്ചു? ചിലപ്പോൾ ഇവാൻ ആ ജാക്കറ്റിൽ പൈസ വെച്ചിട്ടുണ്ടായിരിക്കും, അതായിരിക്കും ഇങ്ങനെ ഈ ശബ്ദം കേൾക്കുന്നത് എന്ന് തോന്നി. ഓക്കെ. ഷീ ലുക്ക്ഡ് ഇൻസൈഡ് ആൻഡ് ഫൗണ്ട് എ ലെറ്റർ. ഉള്ളിൽ നോക്കിയപ്പോൾ എന്താ കണ്ടത്? കൈയിട്ട് നോക്കിയപ്പോൾ ഒരു ലെറ്ററാണ്, ഒരു കത്താണ് കിട്ടിയത്. ഇറ്റ് വാസ് എ നൈസ് ക്ലീൻ വൺ വിത്ത് എ നീറ്റ് ഹാൻഡ് റൈറ്റിംഗ്. അത് നല്ല ക്ലീൻ ആയിട്ടുള്ള, നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിട്ടുള്ളൊരു കത്തായിരുന്നു. ദ പേപ്പർ സ്മെൽഡ് ഓഫ് പെർഫ്യൂം. ആ പേപ്പറിൽ നിന്ന് പെർഫ്യൂമിൻ്റെ സുഗന്ധം വരുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഇൻ എ ബ്ലൂ എൻവലപ്പ്. അതിൻ്റെ കവർ എന്ന് പറയുന്നത് നീല കളറായിരുന്നു. ഓക്കെ. പോളിയ ബിക്കെയിം പെയിൽ. എന്ന് പറഞ്ഞാൽ എന്താ? പോളിയ വിളറിപ്പോയി. ഓക്കെ. വാസ് ഇവാൻ ഇൻ ലവ് വിത്ത് അനദർ വുമൺ. ഇവാൻ ഇനി വേറെ ഏതെങ്കിലും സ്ത്രീയെ ഇഷ്ടമായിരിക്കുമോ? വാസ് ഹി എക്സ്ചേഞ്ചിങ് ലവ് ലെറ്റേഴ്സ് വിത്ത് വെൽ എഡ്യൂക്കേറ്റഡ് ലേഡീസ് ആൻഡ് മേക്കിംഗ് ഫൺ ഓഫ് ഹിസ് പുവർ ഇല്ലിറ്ററേറ്റ് വൈഫ്. അദ്ദേഹം ആ സ്ത്രീകളിലേക്ക് പ്രണയലേഖനങ്ങൾ കൈമാറുന്നുണ്ടോ? വെൽ എഡ്യൂക്കേറ്റഡ് ലേഡീസിനെയാണോ, അതായത് നന്നായി പഠിച്ച സ്ത്രീകളെയാണോ അദ്ദേഹത്തിന് ഇഷ്ടം? അതുകൊണ്ടാണോ എന്നെ, ഈ ഇല്ലിറ്ററേറ്റായ നിരക്ഷരയായ എന്നെ അദ്ദേഹം കളിയാക്കുന്നത് എന്നൊക്കെ പോളിയ ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ. Polia looked at the envelope, took out the letter and unfolded it. But since she was illiterate, how കുഡ് ഷീ റീഡ് ഇറ്റ്? പോളിയ ആ എൻവലപ്പ്, ആ ലെറ്ററും അതിൻ്റെ കവറും അല്ലേ, കവറിലാണ് ലെറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ എൻവലപ്പ് എടുത്തു, എന്നിട്ട് ആ എൻവലപ്പ് തുറന്ന് ആ ലെറ്റർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ആൻഡ് അൺഫോൾഡഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റർ നമ്മൾ മടക്കിയല്ലേ വയ്ക്കുക, അപ്പോൾ അത് തുറന്നു. ബട്ട് സിൻസ് ഷീ വാസ് ഇല്ലിറ്ററേറ്റ്, ഹൗ കുഡ് ഷീ റീഡ് ഇറ്റ്? പക്ഷേ അവർ നിരക്ഷരയായിരുന്നു, അവർക്കിനി എങ്ങനെയാണ് ആ ലെറ്റർ വായിക്കാൻ പറ്റുന്നത്? ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് പോളിയ വാസ് സോറി ദാറ്റ് ഷീ ഹാഡ് നോട്ട് ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ആദ്യമായി എന്തിൽ ദുഃഖം തോന്നി? അവർക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ല, അവർ ഇല്ലിറ്ററേറ്റ് ആണ് എന്നുള്ളതിൽ അവർക്ക് ദുഃഖം തോന്നി. ഈവൻ ദോ ഇറ്റ് ഈസ് സംബഡി എൽസസ് ലെറ്റർ, ഷീ തോട്ട്, ഐ ഹാവ് ഗോട്ട് ടു നോ വാട്ട് ഈസ് ഇൻ ഇറ്റ്. അത് വേറെ ആരുടെയെങ്കിലും ലെറ്റർ ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് എന്തറിയണം അതിൻ്റെ ഉള്ളിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന്. മേ ബി ഇറ്റ് വിൽ ചേഞ്ച് മൈ ഹോൾ ലൈഫ്. ചിലപ്പോൾ അതെൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. മേ ബി ഇവാൻ ലവ്സ് അനദർ വുമൺ. മേ ബി ഐ വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു ദ കൺട്രി ആൻഡ് വർക്ക് ആസ് എ പേഴ്സൺ. ചിലപ്പോൾ ഇവാന് മറ്റൊരു സ്ത്രീയെ ഇഷ്ടമായിരിക്കാം. എനിക്ക് എൻ്റെ രാജ്യത്തേക്ക് തന്നെ മടങ്ങിപ്പോയി സാധാരണ ഒരു കർഷകയായി ഇനിയും ജോലി ചെയ്യേണ്ടി വന്നേക്കാം എന്നൊക്കെ പോളിയ ആലോചിച്ചു തുടങ്ങി.
Polya started to cry and began thinking about how Ivan seemed to have changed lately. പോളിയ കരയാൻ തുടങ്ങി. പിന്നെ എന്തൊക്കെ ആലോചിക്കാൻ തുടങ്ങി? ഇവാനിൽ പല മാറ്റങ്ങളും ഈ സമയത്ത് പോളിയ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ഹി സീം ടു ബി ടേക്കിംഗ് മോർ കെയർ ഓഫ് ഹിസ് മോസ്റ്റാഷ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മീശയൊക്കെ കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹിസ് ക്ലോത്ത്സ്, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് സെൻസും ഇപ്പോൾ കൂടിയിട്ടുണ്ട്. പോളിയ സാറ്റ് ലുക്കിംഗ് അറ്റ് ദ ലെറ്റർ. ഷി കെപ്റ്റ് ക്രൈയിങ് ആൻഡ് സ്നിഫിങ്. പോളിയ ആ കത്ത് നോക്കിക്കൊണ്ടേയിരുന്നു. അവൾ കരയുന്നുമുണ്ടായിരുന്നു. സ്നിഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മൂക്ക് ചീറ്റുകയും ഉണ്ടായിരുന്നു. ബട്ട് ഷീ കുഡ് നോട്ട് റീഡ് ഇറ്റ് ഓൾ. ടു ഷോ ഇറ്റ് ടു സം വൺ എൽസ് വുഡ് ബി അൺതിങ്കബിൾ. അവർക്കത് സ്വയം വായിക്കാൻ അറിയുമായിരുന്നില്ല. പക്ഷേ ആ ലെറ്റർ മറ്റൊരാൾക്ക് കാണിക്കാനും കഴിയുമായിരുന്നില്ല അല്ലേ? അതെങ്ങാനും ലവ് ലെറ്റർ ആണെങ്കിൽ അത് അവർക്കൊരു മോശമായി തോന്നി. Polya hid the letter in her cupboard, finished sewing the jacket and waited for Ivan to come. പോളിയ എന്ത് ചെയ്തു? ആ കത്തെടുത്ത് കബ്ബോർഡിൽ ഒളിപ്പിച്ചു വെച്ചു. അവർ ആ ജാക്കറ്റൊക്കെ തുന്നി ശരിയാക്കി ഇവാൻ വരുന്നതും കാത്ത് അവിടെ ഇരുന്നു. When he returned, Polya did not let him know that anything had happened. ഇവാൻ തിരിച്ചു വന്നപ്പോൾ പോളിയ ഈ ഉണ്ടായ കാര്യമൊന്നും ഇവാനോട് പറഞ്ഞില്ല. On the contrary, in a calm and even voice, she told her husband that she had nothing against doing a little studying and that she was fed up with being an ignorant, illiterate peasant. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഓൺ ദ കോൺട്രറി എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടായത്? നമ്മൾ വിചാരിച്ചത് പോളിയ ഇവാനോട് ചോദിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, മറിച്ചാണ്. അതിനാണ് കോൺട്രറി എന്ന് പറയുക. ആ ഒരു കാമ്, വളരെ ശാന്തമായൊരു വോയിസിൽ ശോഭയായും അവൾ എന്ത് പറഞ്ഞു? ഒരു ക്ഷോഭവും ഇല്ലാതെ അവളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് നിരക്ഷരയായ ഒരു നാട്ടിൻ പുറത്തുകാരിയായിരുന്ന് എനിക്ക് മടുത്തു കഴിഞ്ഞു. എനിക്കിനി എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് അവർ പറഞ്ഞു. ഇവാൻ നിക്കോളവിച്ച് വാസ് ഓവർജോയ്ഡ് ടു ഹിയർ ഇറ്റ്. അവരുടെ ഹസ്ബൻഡ് അത് കേട്ടതോടുകൂടി വളരെയധികം സന്തുഷ്ടനായി. ദാറ്റ്സ് ജസ്റ്റ് ഫൈൻ, ഹി സെഡ്. ഐ മൈസെൽഫ് വിൽ ടീച്ച് യു ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ തന്നെ നിനക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് എഴുതേണ്ടതെന്നും വായിക്കേണ്ടതെന്നും. ഓക്കെ, ഓൾ റൈറ്റ്, ഗോ ഹെഡ്. എന്നാൽ ശരി, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, said Polya as she stared fixedly at Ivan's clipped little moustache. എന്താണ് ഇത് പറയുന്നുണ്ട് പോളിയ ഭർത്താവിനോട്? എന്നാൽ ശരി, നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും പോളിയ നോക്കിയിരുന്നത് എന്തായിരുന്നു? സ്റ്റെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവാൻ്റെ വൃത്തിയായി വെട്ടി ഒതുക്കിയ ആ മീശയമേലായിരുന്നു. ഓക്കെ, for 2 silent months, Polya studied every day. She patiently put together the words, learned to form the letters, and memorized sentences. അപ്പോൾ 2 മാസത്തോളം പോളിയ എന്ത് ചെയ്തു? എന്നും പഠിച്ചുകൊണ്ടേയിരുന്നു. ഷീ പേഷ്യൻ്റ്ലി പുട്ട് ടുഗദർ ദ വേർഡ്സ്. അവൾ വളരെ ക്ഷമയോടുകൂടി തന്നെ വാക്കുകൾ യോജിപ്പിക്കാനും ലെറ്റേഴ്സ് വേർഡ്സ് എഴുതാനും സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും അത് മെമ്മറൈസ് ചെയ്യാനും ആലോചിച്ച് വെക്കാനും ഒക്കെ അവൾ പഠിച്ചു. എവറി ഈവനിങ് ഷീ took this treasured letter out of the cupboard and tried to find out its secret meaning. But it was no easy job. അവൾ എന്നും വൈകുന്നേരമാകുമ്പോൾ കബോർഡിൽ ഒളിപ്പിച്ചു വെച്ച ആ കത്തെടുത്ത് പുറത്തേക്ക് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നും അതിൻ്റെ മീനിങ്സ്, ഒളിഞ്ഞിരിക്കുന്ന ആ മീനിങ് കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നു. അവൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. It was the 3rd month before Polya learned how to read. One morning when Ivan Nikolaevich had gone off to work, Polya took the letter out of the cupboard and started reading it. ഇപ്പോൾ 3-ാമത്തെ മാസം ഓൾറെഡി തുടങ്ങിയിരുന്നു. ഇപ്പോൾ പോളിയയ്ക്ക് എന്തറിയാം? എങ്ങനെയാണ് വായിക്കേണ്ടതെന്നറിയാം. ഒരു ദിവസം ഇവാൻ പുറത്തു പോയപ്പോൾ എന്ത് ചെയ്തു? ഇവാൻ ജോലിക്ക് പോയപ്പോൾ പോളിയ മെല്ലെ ആ കബോർഡിൽ നിന്ന് ആ ലെറ്റർ പുറത്തേക്ക് എടുക്കുകയും അത് വായിക്കാനും തുടങ്ങി. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹെർ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്മോൾ ഹാൻഡ് റൈറ്റിംഗ്, ബട്ട് ദ സ്ലൈറ്റ് സെൻറ്റ് ഓഫ് പെർഫ്യൂം ഫ്രം ദ പേപ്പർ പുഷ് ഹെർ ഓൺ. അവൾക്ക് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് ചെറിയ ഹാൻഡ് റൈറ്റിങ്ങിലായിരുന്നു, ചെറിയ വേർഡ്സ് ആയിരുന്നു. അവർക്കത് വായിക്കാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ ലെറ്ററിൽ നിന്ന് വന്ന ആ പെർഫ്യൂമിൻ്റെ മണം അല്ലേ, അവരെ ആ പേപ്പർ വായിക്കാൻ പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു, അതായത് നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. ദ ലെറ്റർ വാസ് അഡ്രസ്ഡ് ടു ഇവാൻ നിക്കോളവിച്ച്. ആ ലെറ്റർ ആർക്കാണ് എഴുതിയിരുന്നത്? ഇവാനാണ് എഴുതിയിരുന്നത്. ഇവാൻ അപ്പോൾ എന്തായാലും എഴുതിയിട്ടില്ലെന്ന് നോക്കാം നമുക്ക്. ഡിയർ ഫ്രണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തെ, ഐ ആം സെൻഡിങ് യു ദ ബുക്ക് ഐ പ്രോമിസ്. ഞാൻ നിന്നോട് വാഗ്ദാനം ചെയ്ത പോലെ ആ ബുക്ക് ഞാൻ അയക്കുകയാണ്. ഐ തിങ്ക് ദാറ്റ് യുവർ വൈഫ് ഷുഡ് ബി ഏബിൾ ടു ലേൺ ഹൗ ടു റീഡ് ഇൻ 2 or 3 months. നിങ്ങളുടെ ഭാര്യ 2-3 മാസം കൊണ്ട് എന്തായാലും വായിക്കാനും എഴുതാനും ഒക്കെ പഠിക്കും.
പ്രോമിസ് മീ ഓൾഡ് ബോയ് ദാറ്റ് യു വിൽ മേക്ക് ഹെർ ഡു ഇറ്റ്. നീ എനിക്ക് പ്രോമിസ് ചെയ്യണം. ഓൾഡ് ബോയ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി ആയിട്ട് പറയുന്നതാണ്. എനിക്ക് വാക്ക് നൽകിയിടോ, നിങ്ങൾ എന്തായാലും അവരെ കൊണ്ട് എഴുതാനും വായിക്കാനും പഠിക്കുമെന്ന്. എക്സ്പ്ലെയിൻ ടു ഹെർ, മേക്ക് ഹെർ ഫീൽ ഹൗ ഡിസ്കസ്റ്റിംഗ് ഇറ്റ് ഈസ് ടു ബി ആൻ ഇല്ലിറ്ററേറ്റ് വുമൺ. നീ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവൾക്ക് തോന്നിപ്പിക്കുക. ഡിസ്കസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, എത്ര ഒരു ചീത്ത കാര്യമാണ് എഴുതാനും വായിക്കാനും അറിയാത്തൊരു സ്ത്രീയായി ജീവിക്കുന്നതെന്ന്. മേക്ക് ഷുവർ യു ഡോണ്ട് ഫോർഗെറ്റ് ടു ടീച്ച് ഹെർ ടു റീഡ് ആൻഡ് റൈറ്റ് ഇവാൻ നിക്കോൾവിച്ച്. നീ എന്തായാലും മറക്കാതെ അവളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആരാണ് ലെറ്റർ എഴുതിയിട്ടുള്ളത്? വിത്ത് ഗ്രീറ്റിംഗ്സ് മറിയയാണ് ആ ലെറ്റർ എഴുതിയിട്ടുള്ളത്. പോളിയ റെഡ് ദിസ് ലെറ്റർ twice. Then pressing her lips together sadly and feeling somehow secretly insulted, she burst into tears. പോളിയ ഈ കത്ത് 2 പ്രാവശ്യം വായിച്ചു. ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താ, 2 പ്രാവശ്യം വായിച്ചു. ദെൻ പ്രസ്സിങ് ഹെർ ലിപ്സ് ടുഗെദർ സേഡ്ലി, അവൾ അവളുടെ ചുണ്ടുകൾ കൂട്ടി അടച്ചു വിഷമത്തോടു കൂടി. ഫീലിംഗ് സംഹൗ സീക്രട്ട്ലി ഇൻസൾട്ടഡ് ഷീ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്, അവർക്ക് രഹസ്യമായി മുറിവേറ്റതുപോലെ അവർക്ക് തോന്നുകയും അവർ കരയാൻ തുടങ്ങുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് പോളിയ എന്ന് പറഞ്ഞ ലെസൺ. ഇതിൽ ഫുള്ള് പറയുന്നത് എന്താണ്, ഇല്ലിറ്ററേറ്റ് ആയൊരു സ്ത്രീയെ പഠിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ് വരുന്നത്. നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസൊക്കെ വേറൊരു വീഡിയോയിൽ നോക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്